നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിലോട്ട് പോകണുണ്ടോ അടുത്ത മാസം അവസാനത്തോടു കൂടി. പല ആൾക്കാരും പല രീതിയിലും പല മെസ്സേജുകളും വരുന്നത് കണ്ടു. അല്ല, അവസാനം പ്രധാനമന്ത്രി നമ്മുടെ മോദിജി ഫ്രണ്ടിന്റെ കാല് പിടിക്കാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. പക്ഷെ പല എന്താ പറയുക, നമ്മുടെ സംഘി ചാനലുകളിലും പ്രധാനമന്ത്രി അതിനെല്ലാം പോകുന്നത് മറ്റേ UN ജനറൽ അസംബ്ലി മീറ്റിംഗ് ഉണ്ടല്ലോ അല്ലെ, UN ജനറൽ അസംബ്ലിയിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ പ്രാതിനിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പറയുന്നത്. അതാണ് ആക്ച്വലി പോകാനുള്ള മെയിൻ ഒരു റീസൺ. പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ ഇന്ത്യൻ മോദി അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയെങ്കിലും ഒരു ട്രംപുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചക്കുള്ള തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത മാസം പ്രധാനമന്ത്രിയുടെ അമേരിക്ക വിസിറ്റിൽ എങ്ങനെയെങ്കിലും ട്രംപുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ചില വാർത്തകൾ കണ്ടു കേട്ടോ. അതിന് കാരണം പലതാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസമായിട്ട് നമുക്കറിയാം, അതായത് നമ്മുടെ നാഷണൽ ഗോദി മീഡിയാസിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റീസിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ABC മലയാളം പോലത്തെ ഷാജേഷ് കരികനെ പോലത്തെ കുറേ മലവാണങ്ങളും കൂട്ടത്തിൽ മറ്റ് ചില എന്താ പറയുക തീവ്ര സംഘി പരിവാണങ്ങളും കൂടെ മോദിജീനെ അങ്ങോട്ട് മോദിജി 56 ഇഞ്ചിന്റെ കണക്ക്, മോദിജീൻ്റെ 56 ഇഞ്ച് ട്രംപിനെ ഇല്ലാണ്ടാക്കും, മോദിജി അതാണ് ഇതാണ്, മോദിജി സ്റ്റാറാണ്, ഞാൻ പറയുന്നില്ല ബാക്കിയൊന്നും. അങ്ങനെ കുറേ ഡയലോഗുകൾ അടിച്ച് നമ്മളെന്തോ അമേരിക്കനെ ഇന്ത്യ ഇല്ലാണ്ടാക്കാൻ പോവുകയാണ്, ഇന്ത്യ വിശ്വഗുരു ലോകഗുരു ആകാൻ പോകുന്നു, അതല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകരാജ്യങ്ങൾ അമേരിക്കനെ പിന്തള്ളി മുന്നോട്ട് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിറയന്മാരും കുറേ നിഷ്പക്ഷ സംഘവാണങ്ങളും കൂടെ കുത്തിയിരുന്ന ഒരുപാട് വീഡിയോസും ഒരുപാട് ഇതൊക്കെ ഇട്ടിരുന്നത് കണ്ടിട്ടോ. നമ്മൾ ഇന്ത്യ എപ്പോഴും ഉയർച്ചയിലോട്ട് വരണം തന്നെ നമുക്ക് ആഗ്രഹം അല്ലേ, പക്ഷെ അത് ഫാക്റ്റ് ആവണം. ഇന്ത്യയുടെ ഉയർച്ച ഫാക്റ്റായിട്ട് കാണിക്കണം. അതല്ലാണ്ട് ഈ ചാണക ഇത് മൂത്ത്, അതായത് ചാണക പ്രേമം മൂത്ത് അല്ലെങ്കിൽ പശുമ്പനോടുള്ള പ്രേമം മൂത്ത് ചാണക സംഖ്യവാണങ്ങളായിട്ട് നമ്മൾ ചുമ്മാ വിശ്വഗുരു ഗുരു 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 എന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഫാക്ച്വലി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കോണമി നമ്മൾ 4ാം സ്ഥാനത്ത് എത്തിയെന്നൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ യഥാർത്ഥ അവസ്ഥ 146 കോടി, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ ഈ പറഞ്ഞ 4 ട്രില്യൺ 4.87 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ മറ്റ് എന്താ പറയുക വികസിത അല്ലെങ്കിൽ ഓൾറെഡി ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ അതൊന്നും അല്ലാന്ന് പച്ച വെള്ളം കുടിക്കുന്ന എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ പച്ച ചോറുന്ന എല്ലാവർക്കും അറിയാം. ഈ ഒരു അവസ്ഥയിൽ, അതായത് നമ്മളിങ്ങനെ ഒരു ഗ്രോയിങ് എക്കോണമി ആയിട്ടുള്ള നമ്മുടെ അവസ്ഥയിൽ നമ്മൾ അമേരിക്ക പോലത്തെ ഒരു വലിയ രാജ്യത്തിനോട് ഈ ട്രേഡിങ്ങിലും മറ്റതല്ലെങ്കിൽ നമ്മൾ ഈ തീരുവ യുദ്ധത്തിലൊന്നും നമ്മളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റൂല. നമ്മൾ ഇപ്പം എന്താ പറയുക, റഷ്യൻ്റെ അടുത്ത് പോയതുകൊണ്ടും കാര്യമില്ല, നമ്മൾ ചൈനൻ്റെ പിന്നാലെ പോയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ ഇന്ത്യയുടെ തീരുവ, അതായത് നമ്മൾ അങ്ങോട്ട് കയറ്റുമതിക്കാണല്ലോ നമുക്ക് ഈ തീരുവ വന്നിട്ടുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് 86 ബില്യൺ USDയുടെ കയറ്റുമതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഇയറിലൊക്കെ. നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് ഒരു 40-45 ബില്യൻ്റെ ഇറക്കുമതിയുള്ളൂ. നമ്മൾ അവരും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് നമ്മളെ ടോട്ടൽ നമ്മുടെ എന്താ പറയുക ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൻ്റെ ഡിഫറൻസ് എന്ന് വരുന്നത് നമ്മുടെ ഫോറിൻ ഇതെന്ന് പറയുന്നത് ചേഞ്ച് ഓൾമോസ്റ്റ് 40-41 ബില്യൻ്റെ ചേഞ്ച് ഉണ്ട്. ഇത്രയും വലിയൊരു ഇത് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ സംഘികളുടെ സംഘ ചാനലിൽ കാണുന്നൊന്നുമല്ല സത്യാവസ്ഥ. ട്രേഡിങ്ങിൽ നമ്മൾ പെട്ടുപോകും. അമേരിക്കനെ പിണക്കിയതുകൊണ്ടും അല്ലെങ്കിൽ അമേരിക്കനെ പിണക്കിയിട്ട് ഒരു മിനിമം കാര്യം നിങ്ങൾ ആലോചിച്ചു. നമ്മൾ ബ്രിക്സ് രാജ്യങ്ങൾ വന്നിട്ട് നമ്മൾ ഇന്ത്യയും ബ്രസീലും മറ്റേ റഷ്യയും വരെ എല്ലാവരും കൂടെ ചൈന എല്ലാവരും കൂടെ എന്തോ ചെയ്യുന്നൊക്കെ പറയുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മാറ്റി നിർത്തുക. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡെവലപ്ഡ് കൺട്രി ആവണം. നമ്മൾ ഈ അമേരിക്കനെ പോലെ, അതായത് അമേരിക്കൻ്റെ ഇപ്പോൾ ഒരു പൗരൻ്റെ ഒരു പെർ കാപ്പിറ്റ എടുത്തു കഴിഞ്ഞാൽ, GDPയുടെ പെർ കാപ്പിറ്റ എടുത്തു കഴിഞ്ഞാൽ അവനൊക്കെ 89,000 USD ആണ് അവൻ്റെ ഒരു ഇതെന്ന് പറയും. ഇന്ത്യക്ക് അതേ സ്ഥാനത്ത് ഒരു 2 ലക്ഷം റുപ്യ വരുന്നുള്ളൂ വാർഷിക വരുമാനം നമ്മുടെ ഏവറേജ് എടുത്ത് നോക്കുന്ന സമയത്ത്. ആ അവസ്ഥയിലുള്ള നമ്മൾ 4ാമത്തെ ലോകത്തിൽ ഏറ്റവും വലിയതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെയും അവിടുത്തെയും ജനസംഖ്യയുടെയും GDPനെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ അവസ്ഥ, നമ്മൾ ലോകത്തെ 140-140 സ്ഥാനത്ത് 133-140 സ്ഥാനത്തുള്ളത്. അത് മനസ്സിലാക്കാണ്ട് ഇനി സംഖ്യകൾ വന്നിട്ട് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വിവരം കെട്ട വർഗം വന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ പിണക്കി, ഇന്ത്യ ചെയ്ത ഡൊണാൾഡ് ട്രംപിനെ പിണക്കി ലോകത്തിൻ്റെ ആ ഉന്നതിയിലേക്ക് എത്തുന്നു എന്നൊക്കെ ഇവന്മാർക്ക് വെറുതെ ജയശ്രീരാം വിളിച്ച് തന്നിട്ട് വർത്താനം പറയാനല്ലാണ്ട് വേറെ ഒരു സംഭവം അവിടെ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിവരമൊക്കെ നമ്മുടെ മോദിജിക്കും നമ്മുടെ കേന്ദ്ര ഭരണത്തിനും വളരെ വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ട്രേഡും കാര്യങ്ങളൊക്കെ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് അതല്ലെങ്കിൽ നമ്മൾ അമേരിക്കയിലുള്ള എല്ലാ സംഭവങ്ങളും നിർത്തി വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധനങ്ങളും ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന സാധനങ്ങളും ഡബിളിൻ്റെ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് 80 ബില്യൺ അടയ്ക്കുമ്പോൾ അവരിങ്ങോട്ട് നമ്മൾ തരുന്നത്
വെറും 14 താഴത്താണ് നമ്മുടെ ബില്യൺ വരുന്നത്. നമ്മൾ അങ്ങോട്ടുള്ള എല്ലാം കൂടെ സ്റ്റോപ്പ് ചെയ്ത് 20 കോടി സ്റ്റോപ്പ് ചെയ്ത് അവർ ഇങ്ങോട്ടുള്ള സ്റ്റോപ്പ് ചെയ്ത് നമുക്കത് വലിയ അബദ്ധമായിരിക്കും. പിന്നെ തീരെ ഒന്നും ഇല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് അയക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ കുറച്ച് ഡ്രഗ്സും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് നമ്മളുടെ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇപ്പം നമ്മളത് അയച്ചിട്ടില്ലെങ്കിൽ അവരതിനുള്ള വേറെ മാർഗ്ഗങ്ങൾ നോക്കും. ലോകത്ത് പല കൺട്രീസും ഉണ്ട് നമ്മളെപ്പോലെ തന്നെ ഡ്രഗ്സും മെഡിസിൻസും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്ന സാധനങ്ങളുണ്ട്. നമ്മുടെ എന്താ പറയുക, വെജിറ്റബിൾസ് കൂട്ടത്തിൽ നമ്മുടെ സീ ഫുഡ്സ്, അതായത് ഈ ചെമ്മീനും അതും മറ്റേ ചെമ്മീൻ, ക്രാബ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അയക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമില്ല. പിന്നെ മോദിയുടെ ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിപ്പിടിച്ചിന് ഗുജറാത്തിൽ നിന്നൊക്കെ പോകുന്ന എന്താ പറയുക ജ്വൽസ് ഉണ്ട്. ഒരുപാട് ജ്വല്ലറി നമ്മൾ അയക്കുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്ന് പോകുന്ന നമ്മുടെ പട്ട്, രാജസ്ഥാനി പട്ടുകൾ, രാജസ്ഥാനി ക്ലോത്ത്, രാജസ്ഥാനി ആഭരണസ്, ഓർണമെന്റ്സ്, ഇതൊക്കെ നമ്മൾ അയക്കുന്നതിൻ്റെ ലിമിറ്റ് എത്ര നിങ്ങൾക്ക് ആർക്കും അറിയാം. ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജസ്ഥാനിൽ ഈ പറഞ്ഞ നമ്മുടെ സ്പെഷ്യലി നമ്മുടെ ഗുജറാത്തിലൊക്കെ 8ന്റെ പണി കിട്ടും. അത് നമ്മുടെ പാവസംഖ്യകൾ നിങ്ങളോട് പറഞ്ഞു തരാത്തൊരു കാര്യമാണ്. നമ്മുടെ ഗുജറാത്തിലാണ് ഏറ്റവും വലിയ വജ്ര ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മൾ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എത്രയോ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജ്വൽ ഹബ്ബാണ് അത് വരുന്നത്. ആ ഒരു ഓഫീസിൻ്റെ ഫോട്ടോസ് ഞാൻ പേര് ഇപ്പോൾ മറന്നുപോയി ജസ്റ്റ് വീഡിയോയിൽ. പക്ഷെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ താഴത്ത് കൊടുക്കട്ടെ അതിൻ്റെ ഫോട്ടോസ്. അവിടെ നിന്നൊക്കെ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന ജ്വൽസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണലി നമ്മൾ ചെയ്യുന്ന കുറേ ബിസിനസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ അമേരിക്ക ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ അയക്കുന്നത്. നമ്മളിപ്പോൾ അമേരിക്കയിലൂടെ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പല യൂറോപ്യൻ രാജ്യങ്ങളും, അതായത് ഇപ്പോഴും ഗൾഫ് കൺട്രീസിനെയും അതുപോലെ പല യൂറോപ്യൻ കൺട്രീസിനെയും ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ അമേരിക്കയിൽ. ഇതൊക്കെ നിൽക്കുന്ന സ്ഥാനത്ത് നമ്മൾ ഈ അമേരിക്കനെ കൊണ്ട് എല്ലാം കൂടെ വിട്ടില്ല, ഞങ്ങൾ അതാക്കും ഇതാക്കും എന്നൊക്കെ ചുമ്മാ നമ്മുടെ നാട്ടിലെ ഗോധി മീഡിലെ പത്രങ്ങൾ 56 ഇഞ്ചിൻ്റെ കള്ളക്കണക്ക് നിങ്ങളെ കാണിച്ചു തരുന്നു. അതല്ല അതിൻ്റെ സത്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം ഇപ്പോൾ മോദി നെക്സ്റ്റ് മന്ത് മറ്റേ UN സ്റ്റേറ്റ് അസംബ്ലിക്ക് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ ട്രംപിനെ കണ്ട് ട്രംപിൻ്റെ കാല് പിടിക്കാൻ തന്നെ പോകുന്നത്. പിടിച്ചിട്ടില്ലെങ്കിൽ മോദിജി കൂപ്പ് കുത്തി താഴ്ത്ത് പോകുന്ന പച്ചവെള്ളം പോലെ എക്കണോമിസ്റ്റ്, അത് യഥാർത്ഥ ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് ഇന്റർനാഷണൽ ട്രേഡിനെ പറ്റി, ഇന്റർനാഷണൽ ഫിനാൻസിനെ പറ്റി, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ബിസിനസ്സിനെ പറ്റി അറിയുന്ന ആൾക്കാർ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ ആൾ പറയുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ഫാക്ച്വൽ ചെക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സത്യം. ഇതൊന്നും അറിയാതെ നമ്മളെ ട്രംപിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ മോദിജി ട്രംപിനെ അടിച്ച് വീഴ്ത്തി 4 AI ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ മറ്റേ ChatGPT ഉണ്ടാക്കുന്ന 4 ഫോട്ടോസ് അല്ല യഥാർത്ഥത്തിൽ ട്രംപ് അമേരിക്ക ഇന്ത്യ ട്രേഡിംഗ് ഇഷ്യൂസ് എന്ന് പറയുന്നത്, തീരുവ ഇഷ്യൂസ് എന്ന് പറയുന്നത്, താരിഫ് ഇഷ്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന AI പിക്ചേഴ്സ് അല്ല എന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. മോദിജി പോയി കാല് പിടിച്ചേ പറ്റൂ. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, നമ്മൾ ഇതുവരെ ഡെവലപ്ഡ് കൺട്രി അല്ല. അതുപോലെ തന്നെ ഒരു ഗ്രോയിങ് എക്കണോമിയാണ് നമ്മുടെ. പക്ഷേ മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ജനസംഖ്യ നമ്മൾ എടുത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അടി കിട്ടും. അതുകൊണ്ട് അതൊക്കെ കണ്ടറിഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മളെ എന്താ പറയുക, ടോവിൽ മറ്റേ റഷ്യയിൽ പോയി നമ്മളെല്ലാവരും കണ്ടു. റഷ്യയിൽ പോയിട്ട് എന്താണ് നമ്മൾ എക്സ്ട്രാ അവിടെ പല സംഖ്യ ചാനലുകളിൽ ഞാൻ കണ്ടു. നമ്മൾ പുതിയ ആയുധ കരാർ ഉണ്ടാക്കാൻ പോവുകയാണ്, നമ്മൾ റഷ്യനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അടുത്ത മാസം പ്രധാനമന്ത്രി ചൈനയിൽ പോകുന്നുണ്ട്. ഇനി ചൈന, റഷ്യ, ഇന്ത്യ, ബ്രസീൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങ് പുതിയ, അതൊന്നുമല്ല. നമ്മൾ റഷ്യയിൽ പോയിട്ട് നമ്മളവിടെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങിക്കുള്ളൂ, ബാക്കി എന്താ പറയുക ക്രൂഡ് ഓയിൽ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വാങ്ങിക്കും, തൽക്കാലം ക്ഷമിക്കി എന്ന് പറയാൻ വേണ്ടി പോയതാണ്. ഇനി ചൈന എന്ന് പറഞ്ഞ രാജ്യം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയ രാജ്യമല്ല. നമ്മളെ പ്രധാനമന്ത്രി അവിടെ പോയി അവിടെ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. ചൈനക്കാർ എന്ന് പറഞ്ഞാൽ അവരെ കാര്യം നോക്കുകയുള്ളൂ. അവർക്ക് അമേരിക്ക ഒരു ഭീഷണിയാണ് കംപ്ലീറ്റ്ലി അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇന്ത്യനെ അവർ വിട്ട് അവർ അമേരിക്കനെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പോഴും ട്രംപ് ചൈനക്ക് കൊടുത്തിട്ടുള്ള തീരുവ താരിഫ് എന്ന് പറഞ്ഞാൽ വെറും 34%. ഇന്ത്യക്ക് ഇവിടെ 50ന്റെ പ്ലസ് 13, 63% താരിഫ് ഉള്ള അതേ സ്ഥാനത്ത് ചൈനക്ക് കൊടുത്തിട്ട് വെറും 34%. ഇതൊക്കെയാണ് ഫാക്ട്. ഇതൊന്നും ചിന്തിക്കാണ്ടാണ് നമ്മളെ നാട്ടിലെ സംഘികൾ വീഡിയോ ചെയ്യുന്നതും അല്ലെങ്കിൽ പലരും വിറച്ച് വന്ന് പല ചാനലുകൾ വന്ന് വെറുതെ വാവിട്ട് എന്താ പറയുക പുളുവടി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ട പൊന്നു സംഘികൾ, ഇതൊന്നും അറിയാത്ത നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ, സംഘികൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട്. പ്ലീസ് നിങ്ങൾ അഭിപ്രായം പറയേണ്ടിയിരിക്കും. ഇന്ത്യയുടെ അവസ്ഥ അതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്തായാലും അടുത്ത മാസം പ്രധാനമന്ത്രി പോകുന്നത് ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രംപിൻ്റെ കാല് പിടിക്കേണ്ടി വന്നാൽ കാല് പിടിക്കേണ്ടി തന്നെ വരും. ലോക പോലീസ് അല്ലെങ്കിൽ ലോക 1ാം നമ്പർ രാജ്യമായിട്ടുള്ള അമേരിക്കയുടെ കാല് നമ്മൾ പിടിക്കേണ്ടി വരും. നമ്മളിപ്പം നമ്മൾ ആ സ്ഥാനത്തോട്ട് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അതുവരെ നമ്മൾ കണ്ടു പറഞ്ഞൊക്കെ ചെയ്യേണ്ടി വരും. നമ്മുടെ ട്രേഡിങ്ങും നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ്സും നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. മറ്റൊരു കാര്യം, നമ്മൾ അമേരിക്കയിൽ തെറ്റിക്കഴിഞ്ഞാൽ പല അമേരിക്കൻ കമ്പനീസും നമ്മുടെ ബാംഗ്ലൂരും നമ്മുടെ കൊച്ചിയിലും നമ്മുടെ മുംബൈയിലും ഡൽഹിയിലും കൊൽക്കത്തയിലും പൂനെയിലൊക്കെ അമേരിക്കൻ കമ്പനീസ് കൊണ്ടുവരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള അവരങ്ങ് പിൻവലിച്ചു പോകും. നമ്മൾ US തെറ്റിക്കഴിഞ്ഞാൽ US വന്നിട്ടുള്ള
ആയിരക്കണക്കിന് കമ്പനികളുടെ ബേസ് ഓഫീസറിൽ US ആയിട്ട് നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ അവരിവിടെ കമ്പനി വിട്ട് പോകും. നിങ്ങൾക്ക് അറിയാത്ത നമ്മുടെ ഫിലിപ്പീൻസിലും നമ്മുടെ തായ്ലാൻഡിലും തായ്വാനിലും അങ്ങനത്തെ കുറേ കൺട്രീസ് ഉണ്ട് റെഡി ആയിട്ട് നിൽക്കുന്നത്, നമ്മളെക്കാളും പ്രൈസ് കുറച്ച് കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് റെഡി ആയി നിൽക്കുന്ന കമ്പനി രാജ്യങ്ങളുണ്ട്. അങ്ങോട്ടങ്ങ് പോകും. അതൊക്കെ ഇന്ത്യക്ക് തിരിച്ച് 8ന്റെ പണി അങ്ങോട്ട് കിട്ടും. നമ്മൾ ഈ മറ്റേ ഗൂഡ്സ്, നമ്മൾ എന്താ പറയുക, GDP കാര്യത്തിൽ നമ്മൾ മെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സർവീസസും നമ്മളൊന്ന് പ്രൊഡക്ഷൻസും. പ്രൊഡക്ഷൻ ഏതായാലും അവന്മാർ പണി തരും. അതിൻ്റെ കൂടെ സർവീസസ് ആയിട്ടുള്ള ഇങ്ങനത്തെ IT സർവീസസുകളും മറ്റ് സർവീസസുകളും സ്റ്റോപ്പ് ചെയ്ത് അമേരിക്കൻ കമ്പനീസ് ഇന്ത്യക്കിട്ട് പണി ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൂഞ്ചി തെറ്റി നിൽക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇന്റർനാഷണൽ ബിസിനസ്സിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ. അതൊന്നും അറിയാണ്ട് വെറുതെ കുറേ മോദി ഭക്തി കയറി, BJP ഭക്തി കയറി, അല്ലെങ്കിൽ എന്താ പറയുക ഇമ്മാതിരി ഭക്തി മൂത്ത് പശു ചാണക ഭക്തി കയറിയിട്ടൊന്നും ഇവിടെ കാര്യമില്ല. ഇവിടെ ഫാക്ട് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം ഏതൊരാളാണെങ്കിലും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അമേരിക്കൻ വിസിറ്റിൽ എന്താ പറയുക ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള മീറ്റിങ്ങിന് ഇന്ത്യ അഡ്മിനിസ്ട്രേഷൻ ട്രൈ ചെയ്യുന്നത്. പ്ലീസ് അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കുക പ്ലീസ്. കഷ്ടം.